കുൽ ഇന്നമാ അന ബസറും മിസ്ലുക്കും. അവിടെ നിർത്തണ്ട. യു ആ ഇലയ്യ കൊണ്ടുവാ, അതിന്റെ തഫ്സീറും കൊണ്ടുവാ. യു ആ ഇലയ്യ കുൽ ഇന്നമാ അന ബസറും മിസ്ലുക്കും യു ആ ഇലയ്യ, അതിന്റെ തഫ്സീർ കൊണ്ടുവരിക. ദീർഘവീക്ഷണത്തോടുകൂടി എഴുതിയ മുഫസ്സിരീങ്ങള്, ഇൽമിന്റെ ബഹറുകളായ മുഫസ്സിരീങ്ങള് വിശദീകരിക്കട്ടെ. ഇന്നലെ പൊട്ടിമുളച്ച മയക്ക് പൊട്ടിത്തെറിച്ച വഹാബിയല്ല ഇതിനെ വ്യാഖ്യാനിക്കേണ്ടത് ഖുർആനിന്. മനസ്സിലായോ? കുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, അതിനെന്ത് തഫ്സീറാ മേലിയറെ? അല്ല ഉസ്താദെ, അതിനെന്ത് തഫ്സീറാ? അതേത് കുഞ്ഞുങ്ങൾക്ക് അറിയാത്തത്? ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലെ തന്നെയുള്ള ഒരു മനുഷ്യനാണ്. അതിനൊരു തഫ്സീർ വേണം. അതിനൊരു മുഫസ്സിറിന്റെ ആവശ്യമില്ല, ഒരു ഇമാമിന്റെ ആവശ്യമില്ല. അള്ള പറഞ്ഞു നേർക്ക് നേരെ പറഞ്ഞു കൊടുത്താൽ മതി, ഞാൻ നിന്നെ പോലെ തന്നെയുള്ള ഒരു മനുഷ്യനാണ്. പിന്നെന്താ? യൂഹാ ഇലയ്യ, എനിക്ക് വഹി ഇറങ്ങുന്നു. അതായിരിക്കും അറിഞ്ഞുകൂടാത്ത? അത് മുഹമ്മദ് നബിക്ക് വഹി ഇറങ്ങും, അതല്ല നബിയായത്. അതിലായിരിക്കും തർക്കണ്ട മലർ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങുന്നു എന്ന കാര്യത്തിൽ മുസ്ലിയാക്കന്മാരും മുസ്ലിങ്ങളും തമ്മിൽ ഒരു തർക്കവും ഇല്ല. മുസ്ലിയാക്കന്മാരും മുസ്ലിങ്ങളും തമ്മിലുള്ള തർക്കം കുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും എന്നിടത്താണ്. അതാ ഞാനത് ഓതിയത്. മുസ്ലിയാക്കന്മാർ എന്താ പറയുന്നത്? മുഹമ്മദ് നബി സാധാരണ മനുഷ്യനല്ല. മുസ്ലിങ്ങൾ എന്താ പറയാൻ പറഞ്ഞ്? ഞാൻ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞേക്ക്. മുസ്ലിങ്ങളോട് അള്ളാഹു പറഞ്ഞു, മുസ്ലിങ്ങളോട് പറഞ്ഞു കൊടുക്ക്, ഞാൻ സാധാരണ മനുഷ്യനാണ്, നിങ്ങളെ പോലെ തന്നെ ഉള്ള മനുഷ്യനാണ്. അതല്ല മൗലവിമാർ വിശ്വസിക്കാത്തത്. മുസ്ലിങ്ങളുടെ ആ വിശ്വാസം മൗലവിമാർ വിശ്വസിക്കുന്നില്ല. പിന്നെന്താണ്? കുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ, എനിക്ക് വഹി ഇറങ്ങുന്നു. അതിൽ മുസ്ലിയാക്കന്മാരും മുസ്ലിങ്ങൾ തമ്മിൽ ഒരു തർക്കവും ഇല്ല. തർക്കമില്ലാത്ത ഞാൻ എന്തിനാ അവിടെ പറയുന്നത്?